ഹായ് ക്യൂട്ടീസ്, ഇന്ന് നമുക്ക് കുറച്ച് DIY ആയിട്ട് കുറച്ച് കാർഡുകൾ ഉണ്ടാക്കിയാലോ. ഈസിയാണ്, സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് കാർഡ്. അപ്പം ക്യൂട്ട് കാർഡ് എന്ന് പറയുമ്പം ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മളൊരു പേപ്പർ കൊണ്ട് തന്നെ അറിയില്ല കാർഡുണ്ടോ. സാധാരണ നമ്മൾ എന്ത് ചെയ്യും, ബർത്ത്ഡേ ഒക്കെ ആകുമ്പോഴത്തേനും അല്ലെങ്കിൽ പെട്ടെന്നായിരിക്കും മറന്നു പോകുന്നത്. നാളെയാണല്ലോ എൻ്റെ കൂട്ടുകാരുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ ഫ്രണ്ട് ആണെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ മറന്നു പോകത്തില്ലേ. അങ്ങനെയുള്ളപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വിതിൻ സെക്കൻഡ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കുന്ന കാർഡുകളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിനോട് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു നമ്മുടെ ഹലോ കിറ്റിയുടെ ഒരു തീമിലൊരു കാർഡ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഇതുകൊണ്ട് കാല് ഞാൻ വരയ്ക്കുന്നത് നിങ്ങൾ ഹെഡ് വരച്ചതിൻ്റെ താഴെ തന്നെ വരയ്ക്കുന്ന നല്ല കേട്ടോ. ഞാൻ മറന്നു പോയിട്ട് ഓർക്കാതെ ഇവിടെ വരച്ചത്, പിന്നെയാണ് ഒന്ന് വരച്ചത്. അപ്പം ചെറുതായിട്ടൊരു കളറൊക്കെ, ഇതെല്ലാം പേപ്പർ ക്രാഫ്റ്റാണ്. സിമ്പിളായിട്ട് കാണാം. ഇങ്ങനെ വരച്ചെടുത്ത ശേഷം അത് കണ്ടിച്ചെടുക്കുക ചെയ്ത്, പിന്നെ നമ്മൾ കാർഡ് ഒട്ടിക്കാൻ വേണ്ടി ചെറിയ സ്ക്വയർ പീസോ അല്ലെങ്കിൽ നിങ്ങളുടെ വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പം അനുസരിച്ച് ഉണ്ടാക്കാമേ. അപ്പം അതിനനുസരിച്ചുള്ള കുറച്ച് കാർഡുകൾ ഞാൻ കുറച്ച് ഹാർട്ട് മാത്രം വരയ്ക്കും. ഞാൻ പറഞ്ഞില്ലേ, സിമ്പിൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ വരച്ച ഹലോ കിറ്റിയുടെ ആ ഭാഗവും ആ ഹാർട്ടിൻ്റെ ഷേപ്പും മാത്രം നമ്മൾ കണ്ടിച്ചെടുക്കുന്നത്. മറ്റേ എക്സ്ട്രാ ഉണ്ടാക്കിയ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കണ്ടിച്ചെടുക്കുക. ഇപ്പോൾ പണി ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അതേണ്ട ഇങ്ങനെ സിഗ്സാഗിൽ നമ്മളിങ്ങനെ ഉണ്ടാക്കത്തില്ലേ, സ്പ്രിങ് ടൈപ്പ് പേപ്പർ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഓലപ്പാമ്പൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ്, അതുപോലെ ഒരു ഫോൾഡ് ചെയ്ത് ഉണ്ടാക്കുക. പിന്നെ ഹലോ കിറ്റിയെ ഇവിടെ ഒട്ടിക്കുക, അതിൻ്റെ മുകളിൽ ഈ സാധനം ഒട്ടിക്കുക. നമ്മൾ ഹാർട്ട് കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഈസി ആയില്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ്സ് ഇടാം, ഇഷ്ടമുള്ള ഹലോ കിറ്റിക്ക് വരും വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടറിനെ യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ആദ്യത്തെ കാർഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ നോക്കിയിട്ട് പറയണം കേട്ടോ അഭിപ്രായം എങ്ങനെയുണ്ട്. സിമ്പിളല്ലേ. അപ്പോൾ അടുത്ത കാർഡ് ഉണ്ടാക്കിയാലോ. അടുത്ത കാർഡ് എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത ഒരു കുഞ്ഞ് പേപ്പർ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്നതും അധികം നമ്മൾ സ്ട്രെസ്സൊന്നും ഉണ്ടാക്കാതെ പറ്റുന്ന ഒരു കാർഡുകളാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ഹാർട്ട് ഇവിടെ വരച്ച് അതിനെ കണ്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഹോള് പോലെ ഇല്ലേ ഹാർട്ടിന്, അതിൻ്റെ ഷേപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും പേപ്പർ ഒട്ടിക്കുക, അല്ലെങ്കിൽ ഹാർട്ട് ചുമ്മാ കുഞ്ഞു കുഞ്ഞു കണ്ടിച്ച് അവിടെ ഒട്ടിക്കുക. അപ്പോൾ ഞാനൊരു ഈസി ആയിട്ട് എൻ്റെ ഒരു പാറ്റേൺ പേപ്പർ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇവിടെ ഒട്ടിച്ചു കൊടുത്തു. അതേ വലുപ്പത്തിൽ ഒട്ടിച്ചു കൊടുക്കുന്ന, അടിയിൽ ഒട്ടിച്ചു കൊടുക്കുക. അതായത് തുറക്കുമ്പോൾ നമ്മളിങ്ങനെ കാണണം, അത്രേ ഉള്ളൂ. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ പേപ്പർ ഹാർട്ടിൻ്റെ ഷേപ്പിൽ കണ്ടിച്ചെടുക്കും, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനൊരു മോഡൽ പറയുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കും. പിന്നെ നമ്മൾ വെളിയിൽ നമുക്ക് കുറച്ച് ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പടം വരച്ചു കൊടുക്കാം. എന്താണ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ കാണുമ്പോൾ സിമ്പിളാണെങ്കിലും നമുക്ക് കൊടുക്കുമ്പോഴത്തേനും അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അകത്തും ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് പകരം ഞാൻ കുറച്ച് കോഡ്സ് എഴുതാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കാർഡിന് ഇത്രേ പരിപാടിയേ ഉള്ളൂ. കണ്ടാൽ തോന്നും നമുക്ക് പെട്ടെന്ന് വലുതായിട്ട് ഉണ്ടാക്കണം എന്നുള്ളത്. പക്ഷേ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാർഡുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ കൈ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾക്ക് ഒരു പ്രത്യേക വാല്യൂ ഇല്ലേ, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിക്കേ ഇങ്ങനെ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ തുറക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഹാർട്ടിങ്ങനെ കാണണം, അത്രേ ഉള്ളൂ. ഞാൻ ചുമ്മാ ഐ ലവ് യു എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. എനിക്കിങ്ങനെ കുഞ്ഞ് കാർഡുകൾ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ വിചാരിച്ച് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന്. നമ്മുടെ കാർഡിൻ്റെ പരിപാടി ചെയ്യുന്നത് നമ്മളിങ്ങനെ തുറക്കുമ്പോഴത്തേന് നമ്മളകത്തെ ഹാർട്ടിൻ്റെ ഇത് കാണും. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പാറ്റേണൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അതിനകത്ത് ജസ്റ്റ് മോഡൽ മാത്രം ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ എങ്ങനെയുണ്ട്. അപ്പോൾ ഇന്ന് ട്രൈ നോക്കണേ കേട്ടോ. അപ്പോൾ അടുത്ത കാർഡ് ഉണ്ടാക്കിയാലോ. അടുത്ത കാർഡ് ഇതുപോലെ തന്നെ ഞാൻ ഒരു കട്ടിയുള്ള ഒരു ചാർട്ട് പേപ്പറിനകത്ത് ആദ്യമേ തന്നെ നമ്മൾ ഈ ഫ്ലവറിൻ്റെ ബൊക്കെയൊക്കെ കൊടുത്തില്ല, അതിനകത്ത് നമുക്ക് ഈ ഔട്ട് സൈഡ് ഭാഗമില്ലേ അതിനെ ഞങ്ങൾ വരച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പം പെൻസിൽ കൊണ്ട് ചുമ്മാ വരച്ച് പിന്നെ ബ്ലാക്ക് പെൻ കൊണ്ട് നമ്മൾ ഔട്ട്ലൈനൊക്കെ കൊടുത്തെടുക്കുന്നേ ഉള്ളൂ. ഇത് വരയ്ക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേസ് ചെയ്തെടുക്കാം. പിന്നെ വലിപ്പം എന്ന് പറയുന്നത് ഞാൻ ചെറുതായിട്ട് വരയ്ക്കുന്നു, നിങ്ങൾ വലുതായിട്ട് വരയ്ക്കാം. അപ്പം ഞാൻ ചുമ്മായിട്ടൊരു വരച്ചെടുക്കുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ ശേഷം കളർ അടിക്കുക, ഇത്രയേ ഉള്ളൂ കളറിൻ്റെ പരിപാടിയേ ഉള്ളൂ. പിന്നെ ഈ ഫ്ലവർ ബൊക്കയ്ക്ക് കളർ വേണമെങ്കിൽ അടിക്കാം. ഞാൻ പക്ഷേ പ്ലെയിൻ കളർ തന്നെയാണ് വെച്ചിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റ് കളറോ ലൈറ്റ് ഷെയ്ഡ്സൊക്കെ വരയ്ക്കാം. ഇങ്ങനത്തെ സിമ്പിൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പ്രത്യേക സന്തോഷമാണ്. പിന്നെ നിങ്ങൾ എൻ്റെ ലോങ് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇപ്പോൾ കാഴ്ചയൊക്കെ കുറവാണ് എല്ലാവരും അല്ലേ, എല്ലാവരും ഇവിടെ പോയിരിക്കുകയാണ്. അപ്പോൾ കണ്ടിട്ട് വേറെ ഏതെങ്കിലും വീഡിയോ ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, അത് ഞാൻ ഉണ്ടാക്കാം. അപ്പോൾ ലോങ് വീഡിയോ ഇടണമെന്ന് വെച്ച് മടിയാണോ അതോ ഇവിടുത്തെ ചൂട് കാരണമാണോ എന്നറിയത്തില്ല. കുറേ നാളായല്ലേ. അപ്പോൾ ഞാൻ വെച്ച് ഇനി തൊട്ട് ലോങ് വീഡിയോ ഒക്കെ ഒന്ന് ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മുകളിൽ കൂടി ചുമ്മാ ബ്രഷ് പെൻ വെച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലാക്ക് മാർക്കറോ എന്തെങ്കിലും വെച്ച് ചുമ്മാ ഔട്ട്ലൈൻ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ബ്ലാക്കിന് പകരം വേണമെങ്കിൽ വേറെ കളർ എടുക്കാം. ബ്ലാക്ക് ഒരു ഈസി ആയിട്ട് ഉള്ള എല്ലാവരുടെയും കയ്യിലുള്ള സ്കെച്ച് പെന്നോ എന്തെങ്കിലും മതിയല്ലോ, അതുകൊണ്ടാണ് ഞാൻ അത് കൊടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഔട്ട്ലൈൻ കൊടുക്കുമ്പം സ്പ്രെഡ് ചെയ്യാതെ നോക്കണം. ചിലപ്പോൾ നമ്മുടെ സ്കെച്ച് പെന്നൊക്കെയാണ് ചിലപ്പോൾ സ്പ്രെഡായിപ്പോകും. അതുകൊണ്ട് അതനുസരിച്ചൊന്ന് നോക്കുന്നതാണ് നല്ലത്. ഞാൻ ആദ്യം വേറെ പേപ്പർ വരച്ചപ്പോൾ അത് സ്പ്രെഡാകുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പേപ്പറിനകത്ത് വരച്ചത് കേട്ടോ.
ഇത്രയേ ഉള്ളൂ. പിന്നെ വലിപ്പം എന്ന് പറയുന്നത് എനിക്ക് മിനി കാർഡ് ആയതുകൊണ്ടാണ് മിനി ആയിട്ടുണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇച്ചിരി വലിയ കാർഡ് വരയ്ക്കണമെങ്കിൽ വലുതായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. തീർന്നില്ലേ, നമ്മുടെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതിനെ കണ്ടിച്ചെടുക്കലാണ്. ഇതിനെ നമ്മൾ കണ്ടിച്ചെടുക്കുക. ഇനി അടുത്ത് നമുക്ക് അതിനകത്ത് വെക്കാനുള്ള ഫ്ലവേഴ്സ്. പിന്നെ ഇതിനകത്ത് വരുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മുടെ റിയൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് വരയ്ക്കാൻ നമ്മുടെ വെളിയിലുള്ള ഏതെങ്കിലും കുഞ്ഞു പൂക്കൾ ഇതിനകത്ത് വെക്കാൻ പറ്റും. ഞാനിപ്പം കാണിക്കുന്നതുകൊണ്ട് കാർഡ് ഇപ്പം എൻ്റെ വീട് പൂവില്ലാത്തതുകൊണ്ട് ഞാനൊരു ചെറിയ കുഞ്ഞുങ്ങൾ ഏത് പൂവാണെന്നൊന്നും പറയണ്ട, റോസാപ്പൂവോ ഏതെങ്കിലും പൂവെന്ന് മതി കേട്ടോ, വിചാരിച്ചാൽ മതി. അപ്പോൾ അതുപോലെ കുറേ പൂവ് വിത്ത് തണ്ട് ഞാൻ ഉണ്ടാക്കാൻ നമ്മൾ ഇതിനകത്ത് വെക്കണ്ടേ ഫ്ലവർ. എന്നിട്ട് ആ ബൊക്കയുടെ ഈ ഫ്ലവറും കൂടെ വരച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിനെ കണ്ടിച്ചെടുക്കണം. അപ്പോൾ എത്ര ഫ്ലവർ വേണമെങ്കിലും വെക്കാം, ഫ്ലവറും ഏത് കളർ വേണമെങ്കിലും വെക്കാം. അഥവാ റിയൽ ഫ്ലവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽ ഫ്ലവർ ഇൻസ്റ്റൻ്റ് വെച്ച് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഒരു മെത്തേഡായിട്ട് ഇങ്ങനെ കാണിച്ചു തന്നു. അപ്പോൾ നമ്മൾ ചുമ്മാ ഏതെങ്കിലും അങ്ങനെ വലിയ ഫ്ലവർ വലിയ എസ്തെറ്റിക്ക് അങ്ങനെയൊന്നുമല്ല, ചുമ്മാ ഒരു ഫ്ലവേഴ്സ് വരയ്ക്കുന്നുള്ളൂ. ഞാൻ കുറച്ച് ചുമപ്പ് കളർ ഇങ്ങനെ വരച്ചെന്നേ ഉള്ളൂ കേട്ടോ. അതിപ്പോൾ ഏത് ഫ്ലവർ ആയെങ്കിലും നിങ്ങൾ റോസപ്പൂവായിട്ടോ എന്തെങ്കിലുമായിട്ട് നിങ്ങൾ സങ്കല്പിച്ചോ, കണ്ടോ ഒരു ജമന്തിയോ റോസപ്പൂ ഏതാണ്ട് പോലെ ഉണ്ടല്ലേ അല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം കണ്ടിച്ചെടുക്കണം കേട്ടോ. ഇനി കണ്ടിച്ചെടുക്കുമ്പോഴത്തേന് നമ്മുടെ അറ്റമൊക്കെ സൂക്ഷിച്ച് കണ്ടിച്ചെടുക്കുക. കണ്ടിക്കുമ്പോൾ നമ്മൾ ആ ഇച്ചിരി വൈറ്റൊക്കെ ആദ്യം വലുതായിട്ട് കണ്ടിച്ചിട്ട് പിന്നെ ചെറുതായിട്ട് നമ്മൾ കോർണർ വെച്ച് കട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പം ഞാൻ 3-4 പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇത് കൊടുക്കുന്ന ഒരാളെയും കൂടെ വേണ്ടേ. ഈ ക്യാരക്ടർ ഭയങ്കര ഫേമസ് അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടറാണ്. കണ്ടാൽ ഒരു മാക്രി പോലെ ഇരിപ്പും ഉണ്ടെങ്കിലും കണ്ടാൽ അവൻ നല്ല ക്യൂട്ടില്ലേ. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടറിനെ ഞാൻ വരച്ചെടുക്കുവാണ്. ഇതൊക്കെ ഭയങ്കര ഈ ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കി ഇഷ്ടംപോലെ ഇതുപോലത്തെ കാണാം, പിൻട്രസ്റ്റിനകത്തൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം ഐഡിയ ചുമ്മാ കാണിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇയാൾക്ക് പകരം വേറെ ഏതെങ്കിലും ഒരു പപ്പിയായിട്ട് വരയ്ക്കുകയോ എന്തെങ്കിലും അതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ ഈ പുള്ളിക്കാരനെ വരയ്ക്കാൻ. ഈ പുള്ളിക്കാരനെയും കൂടി നമ്മൾ കണ്ടിച്ചെടുക്കുകയാണ്. പിന്നെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണ്, കാരണം ഡബിൾ സൈഡ് ടേപ്പ് വെക്കുമ്പോൾ ഒരു 3D ഫീലിംഗ് ഉണ്ടാവും. പിന്നെ ഇത് വെക്കാൻ വേണ്ടി ഒരു വൈറ്റ് പോർഷൻ നമുക്ക് വേണം, എന്ന് വെച്ചാൽ ഒരു വൈറ്റ് പേപ്പർ വീണ്ടും വേണം കേട്ടോ. അപ്പോൾ ഇത് റഫായിട്ട് വരയ്ക്കുന്ന ഒരു പേപ്പറിനകത്ത് ഞാൻ കണ്ടിച്ചെടുക്കുന്നതേ ഉള്ളൂ. ഈ പുള്ളിക്കാരനെ ഞാൻ കളറൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ ഇത്ര ഇങ്ങനെ കണ്ടിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഈ പൂക്കളെല്ലാം ഇതിനകത്തിരിക്കുന്നതായിട്ട് കാണാം. അതിങ്ങനെ ഇൻസേർട്ട് ചെയ്താൽ മതി. അപ്പം റിയൽ ഫ്ലവർ ആണെങ്കിൽ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഒരു വലിപ്പം കണ്ടില്ലേ, മിനിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ പൂ കണ്ടാൽ നല്ല രസമുണ്ടല്ലേ. ചെറുതായിട്ട് ചുമ്മാ ഒന്നും വരച്ചില്ലെങ്കിലും ഏതെങ്കിലും ഒരു റോസപ്പൂവായിട്ട് തോന്നുമോ? എന്തായാലും ഇങ്ങനെ പൂവിലിരിക്കട്ടെ അല്ലേ. അപ്പോൾ ഞാൻ 3-5 പൂക്കളെ വെച്ചിട്ടുണ്ട്. ഇനി ആളുടെ കയ്യിലോട്ട് കൊടുക്കാൻ വേണ്ടി ആദ്യം ഒരു ചെറിയ പേപ്പർ എടുത്ത് ഇതുപോലെ തന്നെ ചുമ്മാ ഹാർട്ട് മാത്രമേ വരച്ചിടുന്നുള്ളൂ. കളറും ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളർ, മറ്റേതൊന്നും പെയിൻറ്റ് അടിക്കാത്തതുകൊണ്ട് എനിക്ക് വൈറ്റ് കളറിലോട് കൊടുക്കുന്നതോട് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ വൈറ്റ് എടുത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പേപ്പറൊക്കെ എടുക്കാം, പക്ഷെ വൈറ്റിലാണ് ഒരു പ്രത്യേക സൗന്ദര്യം എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ക്യൂട്ടായിട്ട് നമ്മൾ 3ാമത്തെ കാർഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ച് ഹാർട്ട് ഉണ്ടാക്കിയ ശേഷം നമ്മളുണ്ടാക്കി കട്ട് ചെയ്തിരിക്കുന്ന പുള്ളിക്കാരനെ ഇതിനകത്ത് ആ മക്രി പോലത്തെ ആളില്ലേ, അദ്ദേഹത്തിന് പേരറിയാമെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ അതിനെ ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നത്, അതൊരു 3D എഫക്റ്റ് വേണ്ടി. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഗ്ലൂ വെച്ച് ചുമ്മാ ഒട്ടിച്ചാലും മതി കേട്ടോ. ഡബിൾ സൈഡ് വെക്കുമ്പോൾ ഒരു 3D ഒരു പൊങ്ങിയിരിക്കുന്ന ഒരു എഫക്റ്റ് വരത്തില്ല, അത്രേ ഉള്ളൂ. പിന്നെ കോഡ്സൊക്കെ ഞാൻ വളരെ സിമ്പിളായിട്ട് മിനിമലായിട്ടുള്ള കോഡ്സ് ഉണ്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഇവിടെ കൊണ്ടുപോകാം. പിന്നെ ഈ കാർഡ് ഫോൾഡ് ചെയ്യുന്ന കാർഡായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പേപ്പർ മാത്രമായിട്ട് വെച്ചിരിക്കുകയാണ്, ഒരു സ്ക്വയർ ഷേപ്പ് മാത്രം. അപ്പോൾ നമ്മുടെ ഡബിൾ സൈഡ് വെച്ച് ഈ രണ്ടിൻ്റെയും പുറത്ത് ഒട്ടിക്കുക. പരിപാടി തീർന്നു, ഇത്രേ ഉള്ളൂ. ഇനി അതിനകത്തോട്ട് ഒട്ടിച്ചാൽ മതി. സിമ്പിളല്ലേ. എനിക്ക് ഈ സിമ്പിൾ ഉണ്ടാക്കുന്ന കാർഡ് ഇഷ്ടമായിരുന്നു നിങ്ങളെ കാണിച്ചത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതുപോലത്തെ പാർട്ട് 2 ആയിട്ടൊക്കെ അടുത്ത പ്രാവശ്യം ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കാം കേട്ടോ. ഇതിപ്പം 3 കാർഡേ ഉണ്ടാക്കിയുള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കാർഡ്. അതുകൊണ്ട് അതിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ കൈയുടെ നമ്മുടെ ഫിംഗേഴ്സ് കാണാൻ വേണ്ടി നമ്മുടെ പൊക്കയുടെ മുകളിൽ ജസ്റ്റ് കൈ പോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നേ ഉള്ളൂ. കാർഡ് കൈ പിടിച്ചിരിക്കുന്നതായിട്ട് കാണിക്കാൻ വേണ്ടി കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിന് വരെ പപ്പിക്കുട്ടിയോ പൂച്ചക്കുട്ടീനെയോ എന്തെങ്കിലും വരയ്ക്കാം. അപ്പോൾ 3 കാർഡും ഞാൻ വരച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാ ഇതിനകത്ത് ഇഷ്ടപ്പെട്ടെന്ന് പറയണം. ലൈക്ക് അടിക്കണം, സപ്പോർട്ട് ചെയ്യണം.